ഹായ്. ഇന്നത്തെ അന്നക്കുട്ടിയുടെ ടിഫിൻ സീരീസിൽ അന്നക്കുട്ടി കൊണ്ടുപോയത് അന്നക്കുട്ടി തനിയെ ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈഡ് റൈസും പപ്പടവും സലാഡുമാണേ. അവൾക്ക് ഒരു പ്രത്യേക കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അവൾ നല്ലതായിട്ട് കുക്ക് ചെയ്യും. അതിൻ്റെ മെഷർമെൻറ്റും എല്ലാം ഒന്നും അവൾ ഈ പറയുന്ന കൂട്ട് ബുക്ക് നോക്കി അങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നത്. അവളൊരു പ്രാവശ്യം ഉണ്ടാക്കിയ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയ മെഷർമെൻറ്റ് അവൾക്ക് അറിയാം. അതിൻ്റെ മസാല ഇത്ര എണ്ണോ അത് അനുസരിച്ച് തന്നെ ഇപ്പോൾ ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാലും നമ്മുടെ ആടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ അത് കറക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. അവൾക്കിപ്പോൾ അത് ആദ്യമൊക്കെ ഒരു ഹോബിയായിട്ട് അവളത് ചെയ്യാൻ തുടങ്ങിയെങ്കിലും ഇപ്പോൾ അവൾക്കത് ഫാഷനായി മാറി. എന്നുവെച്ചാൽ അവളിപ്പോൾ പറയുന്നത് ഞാൻ വലിയൊരു ഷെഫാവും, എനിക്ക് ടേസ്റ്റ് മേക്കർ ആവണം, നല്ലൊരു പൊസിഷനിലെത്തണം എന്നൊക്കെയുള്ളൊരു വിഷൻ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് അതിന് നന്ദി പറയുന്നു. അറ്റ്ലീസ്റ്റ് അവൾക്ക് അങ്ങനെ ആഗ്രഹങ്ങളുണ്ടല്ലോ, ഇന്നതാവണം, ഇന്നത് ചെയ്യണം എന്നൊക്കെ അതൊക്കെ ദൈവം കൊടുക്കുന്ന കൃപ മാത്രമാണ്. പിന്നെ ഉണ്ടാക്കുന്ന ഏത് കാര്യവും നീറ്റായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഈ പറയുന്ന കൂട്ട് പിന്നെ പാത്രം വരെയും കഴുകി വെച്ച് നല്ല അടുക്കും ചിട്ടയുമായിട്ട് ആദ്യം മുതലേ അതൊക്കെ ചെയ്യാനൊരു പ്രത്യേക കഴിവ്, അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവമേ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക അവൾ ഒരു നല്ല കുഞ്ഞായിട്ട് എപ്പോഴും മറ്റുള്ളവർക്ക് എല്ലാത്തിലും, അവളുടെ സ്വഭാവത്തിലായാലും അവളുടെ എല്ലാത്തിലും ദൈവത്തിൻ്റെ കർത്താപ്പച്ചൻ്റെ നാമം മഹത്വപ്പെടുന്ന ഒരു കുഞ്ഞായിട്ട് മാറണം. അതേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും കർത്താപ്പച്ചൻ്റെ ഹിതമില്ലാത്ത ഒരു പൊസിഷനിലെത്തിയാലും അവിടെ ഒരു ദൈവിക സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടത്തില്ല. അപ്പം കർത്താപ്പച്ചൻ്റെ ഹിതം പോലെ അവളൊരു നല്ല കുഞ്ഞായിട്ട് അവളുടെ മനസ്സിൽ ആഗ്രഹം എന്താണെന്ന് കർത്താപ്പച്ചന് അത് ഇഷ്ടമുള്ള ആഗ്രഹം, കർത്താപ്പച്ചന് ഇഷ്ടമുള്ള ആഗ്രഹം മാത്രം അവളുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ച് അങ്ങനെ അവളൊരു നല്ല പൊസിഷനിലെത്താൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ. താങ്ക് യു.